15 ആളുകളെ കയറ്റാനുള്ള ഓട്ടോ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റിയിൽ ഇതിൻ്റെ പണികളെല്ലാം പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. 3 ആൾക്കാണ് പെർമിറ്റ് എന്നുള്ളത് നമ്മുടെ കേരളത്തിൽ മാത്രമാണോ എന്നിങ്ങനെ തോന്നിപ്പോകും. ജീപ്പിൽ ഇരിക്കുന്ന ആളുകൾ എത്രത്തോളം ഉണ്ടാകും, അതുപോലെയാണ് ഇതിൽ ഇരിക്കാനുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്യുകയും ജീപ്പിൽ ഇരിക്കുന്നത് പോലെയാണ് ആളുകൾ ഇതിൽ തിങ്ങിയിരിക്കുകയും ചെയ്യുന്നത് കാണാൻ സാധിക്കുക. എന്തായാലും കൊള്ളാം, ഡ്രൈവറെ കാണാൻ സാധിക്കുക ഇല്ല എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. ഒരു ടൗണിൻ്റെ ഉൾപ്രദേശങ്ങളിൽ നിന്നുള്ള ഗ്രാമങ്ങളിൽ നിന്നൊക്കെയാണ് ഇതുപോലെ വാഹനങ്ങളിൽ ആളുകൾ വരുന്നത് കാണാൻ സാധിക്കാറ്. വലിയൊരു ടൗണിൻ്റെ ചുറ്റുഭാഗം ഒഴിഞ്ഞു കിടക്കുന്ന പ്രദേശമായിരിക്കും. പിന്നീട് ഒരു 20 കിലോമീറ്ററോ 30 കിലോമീറ്ററോ താണ്ടിയിട്ടാണ് ഓരോ ചെറിയ വില്ലേജുകളൊക്കെ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റിയിലാണ് ഈ വാഹനം ഇങ്ങനെ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം ഹെവി പൈപ്പുകളൊക്കെ തന്നെ ഉപയോഗിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു കാരേജിൽ നിർമ്മിച്ച വാഹനത്തിൻ്റെ റീല് കാര്യങ്ങളൊക്കെയാണ് ഇവൻ നമുക്ക് കാണിച്ചു തരുന്നത്. എന്തായാലും കൊള്ളാം, നമുക്കും ഇവിടെ നല്ലൊരു സ്വീകരണമാണ് കിട്ടിയത്. നല്ല നിഷ്കളങ്കമായിട്ടുള്ള ആളുകൾ, വ്യക്തിത്വങ്ങളൊക്കെ തന്നെയാണ് കാണാൻ സാധിച്ചത്. പൈപ്പുകളൊക്കെ തന്നെ ഇതുപോലെ അട്ടിയിട്ട ഒരു കാരേജ് ആദ്യമായിട്ടാണ് കാണുന്നത്. അടുത്തായിട്ടുള്ള കാരേജിൽ പണി കഴിപ്പിച്ച വാഹനമാണ് കണ്ടത്. മുന്നിലേക്ക് വന്നപ്പോൾ ഓട്ടോയുടെ ഫ്രണ്ട് ഭാഗത്തായിട്ട് വെക്കുന്ന പലകകൾ ഉണ്ടാക്കുന്ന ഒരു ഷോപ്പാണ് കാണുന്നത്. അതിൻ്റെ ഡിസൈൻ വർക്കാണ് ഇയാളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് കട്ടിങ് ചെയ്യുന്ന ഈ ഒരു മെഷീൻ ഇവിടെ മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ട് എന്നെല്ലാമാണ് മൂപ്പരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഒരു നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു പലക ഉന്തുവണ്ടിക്ക് വേണ്ടിയിട്ടാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ് മൂപ്പരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കൊള്ളാം, വളരെ സൗഹാർദ്ദപരമായിട്ടാണ് മൂപ്പര് നമ്മോട് പെരുമാറുന്നതും നിഷ്കളങ്ക ഭാവത്തോട് കൂടിയിട്ടാണ് നമ്മളോട് ഇടപഴകുന്നതും. മദനപ്പള്ളി എന്ന് പറയുന്ന പ്രദേശത്തായിട്ടാണ് ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മദനപ്പള്ളിയിലെ ബാംഗ്ലൂർ ബസ് സ്റ്റാൻഡിനോട് ചാരിയിട്ടാണ് ഈ ഒരു കാഴ്ചകളും ഈ ഒരു കാരേജും ഒക്കെ കാണാൻ സാധിക്കുന്നത്. ടൗണിനെ പറ്റി പറയുമ്പോൾ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ടൗണാണ് മദനപ്പള്ളി ടൗൺ നമുക്ക് കാണാൻ സാധിച്ചത്. വളരെ വൃത്തിയായിട്ട് കിടക്കുന്ന ഒരു ടൗൺ. ആന്ധ്രാപ്രദേശിലെ അണ്ണാമല ഡിസ്ട്രിക്റ്റിലാണ് മദനപ്പള്ളി എന്ന് പറയുന്ന ഈ ഒരു പ്രദേശം വരുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ തക്കാളി മാർക്കറ്റും ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. എത്ര സിമ്പിളായിട്ടാണ് മൂപ്പരതിങ്ങനെ കട്ടിങ് ചെയ്യുന്നത് എന്നാണ് ഞാനിങ്ങനെ നോക്കി നിന്നത്. ഒരു ആശേരി ഇങ്ങനെ ചുറ്റികയും ഉളിയും എടുത്ത് ചെയ്യുകയാണ് എങ്കിൽ എത്ര ടൈം എടുക്കും ഇത് നിർമ്മിക്കാൻ എന്നുള്ളതാണ് ഞാനിങ്ങനെ വിലയിരുത്തിയതും ചിന്തിച്ചു പോയതും. മെഷീനോ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ അറിയണമെങ്കിൽ മൂപ്പരുടെ നമ്പർ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം. എത്ര പെട്ടെന്നാണ് ഓരോ പീസും മൂപ്പരിങ്ങനെ കട്ടിങ് ചെയ്ത് മാറ്റുന്നത് എന്നുള്ളതാണ് ഞാനിങ്ങനെ നോക്കി കണ്ടുകൊണ്ടിരുന്നത്. മുരിലായി മൂപ്പരുടെ നമ്പർ കൊടുത്ത ഒരു സ്റ്റിക്കർ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ മാലകളായി ഇങ്ങനെ കോർത്ത് നിൽക്കുന്ന കാഴ്ച വളരെയധികം രസകരമായിട്ടുണ്ട്. ഈ ഏരിയയിലൂടെ നടക്കുമ്പോൾ ആ ഒരു സുഗന്ധം നമ്മുടെ മൂക്കിലേക്ക് ഇങ്ങനെ കയറുന്നതുമുണ്ട്. മുന്നിലേക്ക് നോക്കിയപ്പോൾ ഒരാളിങ്ങനെ കോർത്തിണക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. വീഡിയോ എടുക്കട്ടെ എന്നുള്ള അനുവാദത്തോട് കൂടിയിട്ടാണ് വീഡിയോ എടുക്കുന്നത്. പലതവണ നമ്മൾ പല ഏരിയയിൽ നിന്നും കണ്ടിട്ടുണ്ടെങ്കിലും ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്, സിമ്പിളായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. വാഴയുടെ നാര് ഉപയോഗിച്ചിട്ടാണ് ഇതിങ്ങനെ കോർക്കുന്നത്. കയറായിട്ട് ഉപയോഗിക്കുന്നത് വാഴയുടെ നാരാണ് എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് ചില ഇലകളും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ആ കോർത്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളിങ്ങനെ നോക്കി നിന്നു എന്നുള്ളതാണ്. വളരെ നിഷ്കളങ്കരായിട്ടുള്ള ഒരുപാട് വ്യക്തിത്വങ്ങളൊക്കെ തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. മദനപ്പള്ളി എന്ന് പറയുന്ന ഈ ഒരു പ്രദേശം വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണ് എന്ന് തോന്നിപ്പോകുന്ന തരത്തിലാണ് ഇവിടുത്തെ ആളുകളുടെയൊക്കെ ഒരു പെരുമാറ്റ രീതി. ഈ ഒരു പ്രദേശത്ത് തന്നെയാണ് ഇവിടുത്തെ MLAയുടെ വീട് വരുന്നതും. അതുകൊണ്ട് തന്നെ ചുറ്റുപാടും MLAയുടെ ഫ്ലെക്സുകൾ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുമുണ്ട്. വളരെയധികം ക്ലീനിങ് സിറ്റി ആയിട്ടാണ് മദനപ്പള്ളിയെ വിശേഷിപ്പിക്കാവുന്നത്. ഫുഡിനാണെങ്കിലും പേരെടുത്ത സ്ഥലം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. കേരള ഫുഡിനോട് അനുയോജിച്ച ടേസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ നിന്നും ഫുഡ് കഴിക്കുമ്പോൾ നമുക്കുണ്ടായ അനുഭവം. ഇതുപോലെ കത്രിക ഉപയോഗിച്ചിട്ട് പിന്നീട് കട്ടിങ് ചെയ്തിട്ടാണ് ഒരേ രൂപത്തിൽ ആക്കിയെടുക്കുന്നത്. തലങ്ങും വിലങ്ങും പോയ പൂക്കളൊക്കെ തന്നെ മനോഹരമായിട്ട് ഇങ്ങനെ കട്ടിങ് ചെയ്ത് പിന്നീട് ടാപ്പൊക്കെ ചുറ്റിയിട്ട് വെക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്രത്തോളം പൂക്കടകളാണ് ഈ ഏരിയയിൽ എന്നാണ് ഞങ്ങളിങ്ങനെ അഭിപ്രായപ്പെട്ടത്. ഇതൊക്കെ ദിവസം ചിലവാകുമോ എന്നുള്ള അഭിപ്രായത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് നടന്നത്. ഒരുപാട് ഹോൾസെയിൽ കടകളും ഒരുപാട് റീറ്റെയിൽ കടകളും കാണാൻ സാധിക്കുന്നുണ്ട്. റീറ്റെയിൽ കടകളിലൊക്കെ തന്നെ കോർത്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാ തട്ടിലും പൂക്കൾ നിറഞ്ഞിട്ടുണ്ട്.